റഷ്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും പവർഫുൾ മിലിറ്ററി നേഷൻ തന്നെയാണ്. വാർ വെപ്പൺസ് ഉണ്ടാക്കുന്നതിന് അത് വിൽക്കുന്ന കാര്യത്തിലും ഏറ്റവും നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സൈന്യമാണ്. പക്ഷെ ഉണ്ടായത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റഷ്യയുടെ 20ഓളം കപ്പലുകൾ, അതിൽ 18 ഓയിൽ ടാങ്കറാണ്, 2 ഗ്യാസാണ്, LNG. ഇത് നിറച്ച കപ്പലുകൾ, അതായത് ബ്ലാക്ക് സീയിൽ ഉക്രൈൻ ഡ്രോണുകളും മിസൈൽസ് ഇതിനെ കത്തിച്ചു കളഞ്ഞു. റഷ്യയുടെ 20 മുതൽ 21 ചില കണക്ക്, പക്ഷേ ഗ്ലോബൽ മീഡിയ പറയുന്നു ഏകദേശം 20 മുതൽ 21 റഷ്യൻ ടാങ്കേഴ്സ് ഇതാണ് കത്തിപ്പോയത്. ആ വീഡിയോ നിങ്ങൾ കാണുക. ഇത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എവിടെയാണ് റഷ്യ എന്ന് പറഞ്ഞ രാജ്യം ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ എവിടെ എത്തി നിൽക്കുന്നു. ക്വസ്റ്റ്യൻ മാർക്കാണ്. റഷ്യ ഉറപ്പായിട്ടും അവർ വളരെ ഡോമിനേറ്റ് ചെയ്ത വാറാണിത്. ഉക്രൈനിൽ വേറൊന്നുമില്ല. പ്രോപ്പറായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള സൈനികരില്ല, ആയുധങ്ങളില്ല, ടാങ്കുകളില്ല, മിസൈലുകളില്ല, ഡ്രോൺസ് ഇല്ല, ഒരു കുന്തവും ഇല്ല. ആ രാജ്യം എങ്ങനെയാണ് കഴിഞ്ഞ 4 വർഷം കൊണ്ട് തിരികെ വന്നത്? കീവ് വരെ പോയ റഷ്യ, അതായത് കീവ് പിടിച്ച് ആ സിറ്റിക്കകത്ത് കയറിയ റഷ്യ പിന്നെ തിരിച്ചു വന്നു. അതായത് ഗ്ലോബലായിട്ടുള്ള ഇഷ്യൂ, പ്രഷർ ഉണ്ടായതിൻ്റെ പേരിൽ. ആ റഷ്യയുടെ സ്ഥിതിയാണ്. അതായത് റഷ്യയിൽ അവരുടെ പോർട്ടുകൾ, മേജറായിട്ടുള്ള പോർട്ടുകൾ, ആ പോർട്ടുകളെ കയറി അറ്റാക്ക് ചെയ്തു, ഷിപ്പുകളെ കയറി അറ്റാക്ക് ചെയ്തു, പവർ സ്റ്റേഷനെ കയറി അറ്റാക്ക് ചെയ്തു. റഷ്യയുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്ന റിഫൈനറിയാണ്, റഷ്യൻ റിഫൈനറി. ഏകദേശം 13ഓളം ഏറ്റവും വലിയ റിഫൈനറികൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്തു. അതായത് ഈ ഫ്രണ്ട് ലൈനിൽ നിന്നും, ഉക്രൈൻ റഷ്യ വാറിൻ്റെ ഫ്രണ്ട് ലൈനിൽ നിന്നും 2500-3000 കിലോമീറ്റർ ദൂരമുള്ള സൈബീരിയ ഗ്യാസ് ഓൺ ലൈൻ, അവരുടെയൊക്കെ ഈ പറയുന്ന റിഫൈനറിയെ കയറി അറ്റാക്ക് ചെയ്തു. റഷ്യ വല്ലാതെ പെട്ടുപോയി, വല്ലാതെ പെട്ടുപോയി. ഇവിടെയാണ് പുടിൻ എന്ന് പറയുന്ന വ്ളാദിമിർ പുടിൻ അഹങ്കാരി തന്നെയാണ്. ഒരു കാരണവശാലും സമ്മതിക്കാൻ പറ്റത്തില്ല. 2014 റഷ്യ എടുത്തൊരു ഉക്രൈൻ്റെ നിന്ന് പിടിച്ചു മാറ്റിയൊരു ദ്വീപാണ് ക്രീമിയ. ഒരു ദ്വീപാണ് ഈ സംഭവം. ഇന്ന് ആ ദ്വീപിനകത്ത് അവിടെ പോലും ഉക്രൈൻ ഡ്രോൺസ്, അതിൻ്റെ പവർ സ്റ്റേഷൻ, ഗ്യാസ്, അതേപോലെ പെട്രോള്, ഡീസല്, പെട്രോളിയം പ്രോഡക്റ്റ് അവിടെ ഒന്നും കിട്ടാനില്ല. ആ സ്ഥിതിയിലാക്കി കൊടുത്തു ഉക്രൈൻ. അതായത് അതിശക്തമായിട്ട് തിരിച്ചു വന്നു. ഡോൺബാസ്ക് റഷ്യ ഉക്രൈനിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. അവിടെ പോലും ഇലക്ട്രിസിറ്റി, അതായത് പവർ പ്ലാന്റ് ഉക്രൈൻ കയറി അടിച്ചു. അവിടെ പോലും റഷ്യ പിറകോട്ട് പോവുകയാണ്. അതായത് റഷ്യയുടെ വ്ളാദിമിർ പുടിനും റഷ്യയും ഒരിക്കലും ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല ഈ രീതിയിൽ ഉക്രൈൻ തിരിച്ചടിക്കുമെന്ന്. അതായത് ഇതാണ് തിരിച്ചടി എന്ന് പറയുന്നത്. അതായത് റഷ്യൻ അസറ്റുകളെ, അതായത് ഷാഡോ ഷിപ്പുകളാണ് ഈ പറയുന്നത് മുഴുവനും. അവരുടെ മേജർ എക്കോണമിയാണ് ക്രൂഡ് ഓയിൽ, അതേപോലെ പെട്രോളിയം പ്രോഡക്ട്സ്, ഗ്യാസ്. ഇന്ത്യ തന്നെ റഷ്യയുടെ നിന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൂഡ് മേടിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. ഉറപ്പായിട്ടും ചൈനയും വാങ്ങുന്നുണ്ട്. ആ ക്രൂഡ് പോലും പ്രശ്നമായി. കാരണം ഈ ഷിപ്പുകൾ കത്തിപ്പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഷാഡോ ഷിപ്പുകൾ കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നത്? അതായത് റഷ്യ ക്രൈസിസിൽ നിന്നും ക്രൈസിസിലോട്ട് പോകുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റഷ്യയുടെ, അതായത് മെയിൻലാൻഡ് റഷ്യയിൽ അവിടെ പെട്രോളിയം അതായത് പെട്രോളിയം ഡീസലിന് വേണ്ടി 20-30 കിലോമീറ്ററാണ്
വാഹനങ്ങൾ ക്യൂ നിൽക്കുന്നത്, റഷ്യൻ ട്രക്കുകൾ ചലിക്കുന്നില്ല. എല്ലായിടത്തും എഴുതി വച്ചിരിക്കുന്നത് അവിടെ ക്രൂഡ്, അതായത് പെട്രോൾ തീർന്നു പോയി, അല്ലെ ഡീസൽ തീർന്നു പോയി, ഇത് കിട്ടാനില്ല. റഷ്യ എന്ന് പറഞ്ഞൊരു രാജ്യത്തിൻ്റെ ഗതികേട് ആലോചിച്ച് നോക്കണം. വാറിൽ കൃത്യമായിട്ട് അപ്പർ ഹാൻഡായി ഉക്രൈന്. ഇപ്പം എങ്ങനെയാണെങ്കിലും നമ്മൾ സെലൻസ്കിയെ ജോക്കർ എന്ന് പറഞ്ഞാലും സിനിമാക്കാരൻ എന്ന് പറഞ്ഞാലും സ്റ്റേജ് ഷോ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാലും അയാൾ ഗ്ലോബലായിട്ടുള്ള സപ്പോർട്ട് വാങ്ങി. അമേരിക്കൻ പ്രസിഡന്റ് കംപ്ലീറ്റ് യു ടേൺ അടിച്ചു, അതായത് റഷ്യക്കെതിരെയായി. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും, കാരണം മനസ്സിലാക്കേണ്ടത് ഈ റഷ്യൻ ടാർഗറ്റുകളെ ഹിറ്റ് ചെയ്യാൻ വേണ്ടി ആരാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്? അമേരിക്ക കൊടുക്കുന്നത്. കാരണം സാറ്റലൈറ്റ് ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്. ഏത് ഷിപ്പ് ഇന്നിടത്തുണ്ട്, എവിടെയൊക്കെയാണ് റിഫൈനറി, എന്താണ് അവരുടെ കീ ഇൻസ്റ്റലേഷൻ. അതായത് അവിടുത്തെ കെമിക്കൽ ഫാക്ടറി നശിച്ചു പോകുന്നത്. റഷ്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രി, കാരണം ഇന്ത്യ വാങ്ങുന്ന സുക്കോയ് 30 MK ആണെങ്കിലും ഈ പറയുന്ന MiG-29 ആ ഫാക്ടറികൾ ഹിറ്റ് ചെയ്തു. അപ്പം ഈ രീതിയിലാണ് വാറ് പോകുന്നത്. അപ്പം ഇതിനെ മറ്റുള്ള വ്യാഖ്യാനിച്ച് മറ്റു പലരും പറഞ്ഞു. അപ്പം ഞാനൊരു സമയത്ത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചു റഷ്യ എന്ന് പറയുന്ന വാറിൽ ഡോമിനേറ്റ് ചെയ്യും, ഉക്രൈനെ പൂർണ്ണമായിട്ടും തോൽപ്പിക്കും. പക്ഷെ ഈ കഴിഞ്ഞ 1 മാസം കൊണ്ട് ഉക്രൈൻ നടത്തുന്ന തിരിച്ചുവരവ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതേപോലെ തന്നെ റഷ്യയുടെ കപ്പലുകൾ, നേവി എന്ന് പറയുന്ന അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായത് നേവിയായിരുന്നു റഷ്യയുടെ. ഇന്ത്യ തന്നെ എത്രയോ നേവൽ സാധനങ്ങൾ, ഈ അന്തർവാഹിനികളാണെങ്കിലും ഈ പറയുന്ന വലിയ ഷിപ്പാണെങ്കിലും വാർഷിപ്പാടുന്ന റഷ്യയിൽ നിന്ന് മേടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ ഒരു റഷ്യ ഷിപ്പിനെ പറ്റി കേൾക്കാറുണ്ട്, വാർഷിപ്പിനെ പറ്റി. അത് റഷ്യ ഉക്രൈൻ വാറുണ്ടായ സമയത്ത് ഈ റഷ്യൻ നേവിയുടെ ഷിപ്പുകൾ അത് ആങ്കർ ചെയ്ത് അവിടെയാണ് ഉക്രൈൻ്റെ തീരത്താണ് ചെയ്തത്. അവിടെ നിന്നുകൊണ്ടാണ് അവർ മിസൈൽ അയച്ചുകൊണ്ടിരുന്നത്. അവർ പോലും പല റഷ്യൻ ഷിപ്പുകളുടെ കാര്യം അറിയുന്ന പോലുമില്ല. നേവി എവിടെ പോയി എന്ന് പോലും അറിയത്തില്ല. അല്ലെങ്കിൽ 20ഓളം റഷ്യൻ ടാങ്കേഴ്സിനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് റഷ്യൻ നേവിയാണ്. അതുപോലും ഇപ്പം അവരും എവിടെ പോയെന്ന് പോലും അറിയത്തില്ല. അതായത് കൃത്യമായിട്ട് പറയാം, ഈ പോകുന്ന വാറ് റഷ്യയുടെ അന്ത്യം കുറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.